Hello dears, welcome back to ISKSA English. Hello dear students. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എപ്പിക്ക് അതുപോലെ തന്നെ എപ്പിക്കിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് എപ്പിക്ക് എന്താണെന്നും അതുപോലെ തന്നെ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗിൽഗമേഷിൻ്റെ എപ്പിക്കായിരുന്നു, ദ എപ്പിക് ഓഫ് ഗിൽഗമേഷ്. അപ്പോൾ ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് എപ്പിക്ക് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ടെന്ന്. അതിൽ ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദ ഇലിയഡും അതുപോലെ തന്നെ മറ്റൊന്ന് മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ദ ഇലിയഡ് എന്നുള്ളതാണ്. ഇലിയഡ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് ആൻ എപ്പിക്. എപ്പിക്കിന് മറ്റൊരു എക്സാമ്പിളാണ് ഹോമറിൻ്റെ ഇലിയഡ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ദ പോപ്പുലർ ഗ്രീക്ക് പോയറ്റ് ഹോമർ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗ്രീക്ക് പോയറ്റ് ഹോമർ ആണ് ഇലിയഡ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് റിലേറ്റ്സ് ദ സ്റ്റോറി ഓഫ് ദ ട്രോജൻ വാർസ്. ഈ ഒരു ഇലിയഡിൽ ഹോമർ റിലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരിക്കുന്നത്, നറേറ്റ് ചെയ്യുന്നത് ട്രോജൻ വാറാണ്. ഇൻവോൾവിങ് തീംസ് ഓഫ്, അതോടൊപ്പം തന്നെ ഇതിൽ വരുന്ന തീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടോ. തീംസ് ഏതൊക്കെയാ? തീംസ് ഓഫ് കറേജ്, ബോൾഡ്നെസ്, ലവ് ഫോർ വൺസ് കൺട്രി ആൻഡ് നൊസ്റ്റാൾജിയ ഓഫ് ഫാമിലി. കുടുംബത്തോടുള്ള ഗൃഹാതുരത്വം, രാജ്യത്തോടുള്ള സ്നേഹം, ബോൾഡ്നെസ്, കറേജ്, ഇവയൊക്കെയാണ് വാറ് കൂടാതെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇതിൽ വരുന്ന തീമുകൾ. However, it describes many legends related to the siege of Troy. അതോടൊപ്പം തന്നെ ഇവിടെ പല ലെജൻഡുകൾ, പല ഐതിഹ്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. പല ലെജൻഡ്സും ഇവിടെ പറയുന്നുണ്ട് റിലേറ്റഡ് ടു ദ സീജ് ഓഫ് ട്രോയ്. ട്രോയ് നഗരത്തെ ആക്രമിക്കുന്നത്, ട്രോയ് നഗരത്തെ വളഞ്ഞാക്രമിക്കുന്ന ആ ഒരു കഥ പറയുന്ന കൂടെ അല്ലെങ്കിൽ ആ ഒരു യുദ്ധം പറയുന്നതോടൊപ്പം ട്രോയ് നഗരത്തെ വളഞ്ഞാക്രമിക്കുന്നത് അല്ലെങ്കിൽ കയ്യേറാൻ ശ്രമിക്കുന്നത്, ഈ അർത്ഥമൊക്കെ സീജ് എന്ന വാക്കിലുണ്ട് കേട്ടോ. വളഞ്ഞാക്രമിക്കുക, വളഞ്ഞാക്രമിച്ച് കയ്യേറുക. അതുപോലെ തന്നെ പിന്നെ ദ ഇവന്റ്സ് ടുക്ക് പ്ലേസ് ബിഫോർ ദ സീജ്. ട്രോയ് നഗരത്തിന്റെ കയ്യേറ്റത്തിന് മുൻപുള്ള സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ദ ഗാദറിംഗ് ഓഫ് വാരിയേഴ്സ് പ്രിയർ ടു ദ സീജ്. കയ്യേറ്റത്തിന് ട്രോയ് നഗരത്തെ കയ്യേറുന്നതിന് മുൻപ് യോദ്ധാക്കൾ, വാരിയേഴ്സ് ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ദ കോസസ് ഓഫ് ദ വാർ, യുദ്ധത്തിന്റെ കാരണത്തെ കുറിച്ചും പറയുന്നുണ്ട്. Later the epic foretold the looming of death of Achilles. അക്കിലിസിന്റെ മരണത്തെക്കുറിച്ച് ഒരു പ്രവചനം നടത്തുന്ന പോലെ മുൻകൂട്ടി പറയുന്നുണ്ട്. അക്കിലിസിന്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല ഫോർട്ടോൾഡ് ചെയ്യുന്നത്, ദ ഡിസ്ട്രക്ഷൻ ഓഫ് ട്രോയ്, ട്രോയ് നഗരത്തിന്റെ നാശത്തെക്കുറിച്ചും അക്കിലിസിന്റെ മരണത്തെക്കുറിച്ചും ഒരു സൂചന നൽകുന്നുണ്ട്. The style of narration is grand and suits an epic poem. ഇലിയഡിന്റെ നറേഷൻ എന്ന് പറയുന്നത് വളരെ, അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ഗ്രാൻഡ് ആണ്, മഹത്തരമായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഹോമർ ഇലിയഡിൽ നറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു എപ്പിക് പോയത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഗ്രാൻഡ് സ്റ്റൈലാണ്. The reason that it is still one the most celebrated work of antiquity. അതുകൊണ്ട് തന്നെ ഇന്നും ഇലിയഡ് വളരെയധികം സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പുരാതന സൃഷ്ടിയായിട്ട്, ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ട്, അത്തരത്തിലുള്ള ഒരു ആന്റിക്വിറ്റി, ഒരു പുരാതന വർക്കായിട്ട് ഇന്നും നിലനിൽക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഇലിയഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് ആണ്. റിട്ടൺ ഓൺ ദ സെയിം ട്രഡിഷൻ ബട്ട് ഓൺ എ ഡിഫറെന്റ് സബ്ജക്റ്റ്. മിൽട്ടൺ
പാരഡൈസ് ലോസ്റ്റ് എഴുതിയിട്ടുള്ളത് എപ്പിക്കിന്റെ അതേ ട്രഡിഷൻ, അതേ പാരമ്പര്യത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളതെങ്കിലും ഇതിലെ സബ്ജക്റ്റ് വ്യത്യസ്തമാണ്. പാരഡൈസ് ലോസ്റ്റ് ഈസ് ആൻ ഇംഗ്ലീഷ് എപ്പിക് by yet another blind poet of English origin, ജോൺ മിൽട്ടൺ. ഇംഗ്ലീഷ് കവിയായിട്ടുള്ള ബ്ലൈൻഡ് പോയറ്റ് ആയിട്ടുള്ള ജോൺ മിൽട്ടൺ ആണ് ഇംഗ്ലീഷ് എപ്പിക് ആയിട്ടുള്ള പാരഡൈസ് ലോസ്റ്റ് എഴുതിയിട്ടുള്ളത്. It is also known colloquially as the Protestant epic. അപ്പോൾ ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള ഈ എപ്പിക്ക് കൊളോക്യലായിട്ട് സാധാരണ ഭാഷയിൽ പ്രൊട്ടസ്റ്റന്റ് എപ്പിക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു മാർക്കിനുകൾ ഒരു ക്വസ്റ്റ്യൻ. പാരഡൈസ് ലോസ്റ്റിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ പാരഡൈസ് ലോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ പ്രൊട്ടസ്റ്റന്റ് എപ്പിക്. In this epic, Milton argues Satan's falls from the heaven as well as Adam's and Ava's fall from the Garden of Eden. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്, മിൽട്ടൺ വാദിക്കുന്നത്. ഒന്ന്, സാത്താന്റെ സ്വർഗത്തിൽ നിന്നുമുള്ള വീഴ്ചയും അതുപോലെ തന്നെ ഏദൻ തോട്ടത്തിൽ നിന്നും ആദമും അവ്വയും, ഇവരെ രണ്ടുപേരെയും ഏദൻ തോട്ടത്തിൽ നിന്നും ഇവരുടെ രണ്ടുപേരുടെയും വീഴ്ചയും. സാത്താനെ ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്, അതുപോലെ തന്നെ ഏദൻ തോട്ടത്തിൽ നിന്നും ആദത്തെയും അവ്വയെയും പുറത്താക്കിയത്. വീഴ്ച കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത്. Despite his blindness, Milton did not stop from explaining the ways of God to men. കവി മിൽട്ടൺ അദ്ദേഹം ബ്ലൈൻഡ് ആണെങ്കിലും കാഴ്ചയില്ലെങ്കിലും എന്നിരുന്നാലും മിൽട്ടൺ did not stop from explaining the ways of God to men. ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള രീതികളെ തനിക്ക് കാഴ്ചയില്ല എന്നിരുന്നാൽ പോലും ആ രീതികൾ വിശദീകരിക്കുന്നത് മിൽട്ടൺ നിർത്തിയില്ല. Did not stop from explaining the ways of God to men. He has depicted Satan as a highly complex character who is at war with God. ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാത്താനെ വളരെ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് മിൽട്ടൺ വരച്ചു കാണിക്കുന്നത്. Despite his different subject, Milton has used several epic devices introduced by Homer. അതായത് മിൽട്ടൺ തൻ്റെ എപ്പിക്കിൽ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ഹോമർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പല എപ്പിക് ഡിവൈസുകളും, ഡിവൈസ് മീൻസ് പോയറ്റിക് ടെക്നിക്സും എപ്പിക് ടെക്നിക്സും മിൽട്ടൺ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ് ഇൻവൊക്കേഷൻ ടു മ്യൂസ്, അതായത് ഇൻവൊക്കേഷൻ ടു ദ മ്യൂസ്, ദൈവങ്ങളെ തൃപ്തിപ്പെടുത്തുക, പ്രീതിപ്പെടുത്തുക. കാരണം ഹോമർ തൻ്റെ ഇലിയഡിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തിയാണ് തുടങ്ങുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഹാകാവ്യമാണ്, അതിന് തനിക്കൊരുപാട് ദൈവങ്ങളുടെ സപ്പോർട്ട് വേണം, ഇമാജിനേഷൻ, തനിക്ക് ഭാവന വേണം. അതുപോലെ ഇവിടെയും ഇൻവൊക്കേഷൻ ടു ദ മ്യൂസ്, എക്സ്റ്റെൻഡഡ് സിമിലീസ് ആൻഡ് ഗ്രാൻഡ് സ്റ്റൈൽ, ഇതുപോലെ ഹോമർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇത്തരത്തിലുള്ള സ്റ്റൈലുകൾ, ഗ്രാൻഡ് സ്റ്റൈൽ, ഇത്തരത്തിലുള്ള പോയറ്റിക് ഡിവൈസസ്, എപ്പിക് ഡിവൈസസ് ലൈക്ക് ഗ്രാൻഡ് സ്റ്റൈൽ, സിമിലീസ്, അതുപോലെ തന്നെ ഇൻവൊക്കേഷൻ ടു ദ മ്യൂസ്, ഇത്തരം സ്റ്റൈല് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ് മിൽട്ടനും ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലിയഡിലെ ഓപ്പണിംഗ് ലൈൻസ് ആണ്.
ആ ഓപ്പണിംഗ് ലൈൻസ് ഞാനൊന്ന് വായിക്കാം. ഈ ഓപ്പണിംഗ് ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. റേജ് ഗോഡസ് സിംഗ് ദ റേജ് ഓഫ് പീലിയസ് സൺ അക്വിലിസ്. ഇങ്ങനെയാണ് ഹോമറിന്റെ ഇലിയഡ് തുടങ്ങുന്നത്. റേജ് പക, വിദ്വേഷം. ഗോഡസ് ദൈവങ്ങളോടാണ് പറയുന്നത്. കാരണം തുടങ്ങാണ്. അപ്പൊ എന്തിയാണ് ദൈവങ്ങളെ വാഴ്ത്തി ദൈവങ്ങളോട് പറയാണ്. പീലിയസിന്റെ മകനായിട്ടുള്ള അക്വിലിസിന്റെ പകയെ, അക്വിലിസിന്റെ ദേശത്തെ വാഴ്ത്തിപ്പാടും. മർഡറസ് ഡൂംഡ് ദാറ്റ് കോസ്റ്റ് ദി അക്കിയൻസ് കൗണ്ട്ലെസ് ലോസസ്. അക്കിയൻസിന് എണ്ണമറ്റ ഒരുപാട് നാശങ്ങൾക്ക് കാരണമായിട്ടുള്ള അക്വിലിസിന്റെ ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അക്വിലിസ് തൻ്റെ ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ പക കൊണ്ടാണ് ഈ ഒരു വാറിന്റെ തുടക്കത്തിൽ വിട്ടു നിൽക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആ ഒരു വിട്ടു നിൽക്കുന്നത് അതിലൂടെ എന്തു സംഭവിച്ചു? ഒരുപാട് നാശമാണ് ഉണ്ടായത്. ഹേർലിംഗ് ഡൗൺ ടു ദ ഹൗസ് ഓഫ് ഡെത്ത് സോ മെനി സ്റ്റഡി സോൾസ്. ഒരുപാട് ദൃഢഗാത്രരായിട്ടുള്ള ആരോഗ്യമുള്ള ഒരുപാട് സോൾജേഴ്സിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ഗ്രേറ്റ് ഫൈറ്റേഴ്സ് സോൾസ് ബട്ട് മെയ്ഡ് ദെയർ ബോഡീസ് carry on feeds for the dogs and birds. ഒരുപാട് യോദ്ധാക്കളുടെ, നല്ല യോദ്ധാക്കളുടെ ശരീരങ്ങൾ കഴുകന്മാർക്കും പട്ടികൾക്കും എന്തായി? ഭക്ഷണമായി. അത് ഇത്തരം ഒരു വലിയ നാശം ഗ്രീക്കുകാർക്ക് വരാനുള്ള കാരണം അക്വിലിസിന്റെ പകയാണ്. ഇതിന്റെ തുടക്കത്തിൽ അഗമെമ്നോനോടുള്ള പക എന്താ കാര്യം നിങ്ങൾക്കറിയാലോ. അക്വിലിസിന് വാറില് സമ്മാനമായി ലഭിച്ച അടിമസ്ത്രീ ബ്രൈസിസ്, ഈ അടിമസ്ത്രീയെ അഗമെമ്നോൻ അവകാശപ്പെട്ടു. അതിലുള്ള വിദ്വേഷം കാരണമാണ് മാറി നിന്നത്. അത് ഗ്രീക്കുകാർക്ക് വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. The will of Zeus was moving towards its end. സ്യൂസ് ദേവന്റെ ആഗ്രഹം അതിന്റെ ലക്ഷ്യത്തിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ബിഗിൻ മ്യൂസ്, ദൈവങ്ങളോട് പറയാണ്. മ്യൂസ് ദൈവങ്ങളെ വാഴ്ത്തിയിട്ട് പറയാണ്. when the two first broke and clashed, Agamemnon, lord of men, and brilliant Achilles, അക്വിലിസും അതുപോലെ തന്നെ അവരുടെ ലീഡർ ആയിട്ടുള്ള അഗമെമ്നോൻ, ഇവരുടെ രണ്ടുപേരുടെയും ക്ലാഷ്, ആ ക്ലാഷിന്റെ സമയത്ത് തന്നെ ഈ ഒരു കവിത തുടങ്ങുന്നതിന് വേണ്ടി ദൈവങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആര്? ഹോമർ. അതാണ് ഈ വരികൾ. അപ്പൊ ഈ കവിത തുടങ്ങുന്നത് തന്നെ റേജ്. അപ്പൊ ഈ വരികൾ എക്സ്പ്ലെയിൻ ദ കൊട്ടേഷൻസ് എന്നുള്ളതാണ് ചോദ്യം. കോട്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാം. അവ ശ്രദ്ധിക്കട്ടോ, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. The first line of an ancient epic poem typically offer a capsule summary of the subject. ഇത് ഈ എപ്പിക്കിലെ ഒന്നാമത്തെ ലൈനാണ്. ആ ഒന്നാമത്തെ ലൈന് തന്നെ ഈ ഒരു എപ്പിക്കിന്റെ സമ്മറി ക്യാപ്സൂൾ രൂപത്തിൽ വളരെ ചുരുക്കിയിട്ട് ഈ ഒന്നാമത്തെ ലൈന് തന്നെ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. സമ്മറി ഓഫ് ദി സബ്ജക്റ്റ് ദ പോയം വിൽ ട്രീറ്റ്. ഈ കവിതയിൽ എന്ത് വിഷയത്തെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്, ആ ഒരു വിഷയത്തെ ഈ കവിതയിലെ ഒന്നാമത്തെ ലൈനിലൂടെ തന്നെ കവി നമുക്ക് ക്യാപ്സൂളായിട്ട് നൽകുകയാണ്. ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ ഇലിയഡ് കൺഫോം ടു ദിസ് പാറ്റേൺ. ഈ ഒരു രൂപത്തിലാണ്, ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒന്നാമത്തെ വരി വരുന്നത്. അല്ലെങ്കിൽ ഈ രൂപത്തിലാണ് ഇലിയഡിലെ ഒന്നാമത്തെ വരിയെ ഹോമർ അവതരിപ്പിച്ചത്. Indeed, Homer announces his subject in the first very word of the very first line. ഒന്നാമത്തെ വരിയിലെ ഒന്നാമത്തെ വാക്കിൽ തന്നെ തൻ്റെ കവിതയിലെ സബ്ജക്റ്റ് ഹോമർ അനൗൺസ് ചെയ്യാണ്. അത് ഹോമറിൻ്റെ ഒരു കഴിവാണ്. ഒന്നാമത്തെ വരിയിലെ ഒന്നാമത്തെ വാക്കിൽ തന്നെ സബ്ജക്റ്റ് അനൗൺസ് ചെയ്തു. ഏതാണ് ആ ഒന്നാമത്തെ വരിയിലെ ഒന്നാമത്തെ വാക്ക്? റേജ്, ദേഷ്യം അല്ലെങ്കിൽ പക. ഈ ഒരു ഇലിയഡ് എന്ന് പറയുന്ന കവിതയിൽ, വാർ പോയത്തിൽ, വാർ എപ്പിക്കിൽ, അതിൻ്റെ ബിഗിനിങ് തൊട്ട് എൻഡ് വരെ കാണുന്നതാണ് റേജ്, റേജ് ഓഫ് അക്വിലിസ്.
He then locates the rage within Peleus' son Achilles. ശേഷം അദ്ദേഹം പീലിസിന്റെ മകനായിട്ടുള്ള അക്കിലിസിന്റെ ദേശത്തെ പകയെ അദ്ദേഹം വരച്ചു കാണിക്കുന്നു. അവിടെ നിൽക്കുന്നില്ല. delineates its consequences. അദ്ദേഹത്തിന്റെ ദേശത്തിന്റെ പകയുടെ വിദ്വേഷത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നും അക്കിലിസ് പറയാണ്. അതായത് ബ്രാക്കറ്റിൽ പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുള്ള അനന്തരഫലം എന്താണത്? കോസ്റ്റ് ദ അക്കിയൻസ് കൗണ്ട്ലെസ് ലോസസ്. എണ്ണാൻ കഴിയാത്ത, കൗണ്ട്ലെസ് കണക്ക് കൂട്ടാൻ കഴിയാത്ത വമ്പിച്ച നഷ്ടമാണ്. ഒരുപാട് ഷിപ്പുകൾ. ഈ ഒരു സാഹചര്യത്തിൽ അക്കിലിസ് യുദ്ധത്തിൽ ഇറങ്ങാത്ത ഘട്ടം ശരിക്കും ട്രോജൻസ് ആഘോഷിച്ചു. ഒരുപാട് അക്കിയൻസിനെ ആ സമയത്ത് ട്രോജൻസ് കൊന്നൊടുക്കി. ഒരുപാട് ഇവരുടെ മുതൽ നശിപ്പിച്ചു. വൻ നഷ്ടമാണ്, കൗണ്ട്ലെസ് ലോസ് ആണ് ഉണ്ടായത്. അപ്പൊ അതിനെക്കുറിച്ച് ഹോമർ പറയുന്നുണ്ട്. മാത്രമല്ല ലിങ്ക്സ് ഈ പകയെ, റേജിനെ ബന്ധിപ്പിക്കുന്നു ടു ഹയർ ഫോഴ്സസ്. ആരുമായിട്ട്? ഹയർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഗോഡസുമായിട്ട്, ദൈവങ്ങളുമായിട്ട്. അതുപോലെ തന്നെ ആൻഡ് അജണ്ടാസ്, ദൈവങ്ങളും ദൈവങ്ങളുടെ അജണ്ടകളും. ദൈവങ്ങളുടെ അജണ്ട എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചിട്ട് ദ വിൽ ഓഫ് സ്യൂസ്, സ്യൂസ് ദേവന്റെ തീരുമാനം. ഇവിടെ ദൈവങ്ങൾക്ക് ഈ യുദ്ധത്തിൽ അവരുടേതായ പങ്കും റോളും തീരുമാനങ്ങളും ഉണ്ട്. യുദ്ധത്തിൻ്റെയും മനുഷ്യരുടെയും ഗതി ഇവിടെ നിശ്ചയിക്കുന്നതും നിർണയിക്കുന്നതും ദേവന്മാരും അതുപോലെ തന്നെ ദൈവങ്ങളുമാണ്. നോട്ട്സ് ഇറ്റ്സ് ഒറിജിൻ. അതുപോലെ തന്നെ ഈ ഒരു അക്കിലിസിന്റെ പകയുടെ ഒറിജിൻ, അതിന്റെ ഉത്ഭവം എപ്പോഴാ? when the two first broke and clashed. അവർ രണ്ടുപേരും, അവർക്കിടയിൽ ഒരു പൊട്ടിത്തെറിയും ക്ലാഷും വരുമ്പോൾ ആരൊക്കെയാണ് അവർ രണ്ടുപേര്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഗമെമ്നോൺ ആൻഡ് ബ്രില്യന്റ് അക്കിലിസ്. അഗമെമ്നോനും ബുദ്ധിമാനായിട്ടുള്ള അക്കിലിസും തമ്മിൽ എന്താണ് അവരുടെ ക്ലാഷിന്റെ കാരണം? അഗമെമ്നോൻ അവരുടെ ലീഡറാണ്, അതേ സമയത്ത് തന്നെ അക്കിലിസ് വാരിയറാണ്. വാരിയറേക്കാൾ ഒരു രാജ്യത്ത് പദവിയുള്ളത് ആർക്കാ? ലീഡറായിട്ടുള്ള അഗമെമ്നോനാണ്. ആ പവർ വെച്ചിട്ട് അക്കിലിസിന് യുദ്ധത്തിൽ ലഭിച്ച അടിമ സ്ത്രീയെ അഗമെമ്നോൻ ക്ലെയിം ചെയ്തു, അയാൾക്ക് വേണം എന്ന് പറഞ്ഞു. ആ സാഹചര്യം ഞാൻ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, മുൻപ് പറഞ്ഞിട്ടുണ്ട്. Interestingly, although these lines purport to forces on human emotions, ഇവിടെ ഈ വരികളിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഓമർ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ഇമോഷൻസ്, മനുഷ്യന്റെ വികാരങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. They interpret this emotion as unfolding in accordance with the expressions of Zeus' will. സ്യൂസ് ദേവന്റെ ആഗ്രഹപ്രകാരം, അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ച്, അതുപ്രകാരം ഇവിടെ മനുഷ്യന്റെ ഇമോഷൻസ്, ആഗ്രഹങ്ങൾ തുറന്നിരിക്കുകയാണ്. ഹോമർ കൺസീവ്സ് ഓഫ് ദ എൻറ്റയർ എപ്പിക് ആസ് ദ മീഡിയം. ഹോമർ ഈ എപ്പിക്കിനെ കാണുന്നത് ഒരു മീഡിയമായിട്ടാണ്, ഒരു മാധ്യമമായിട്ട്. എന്തിനുള്ള മാധ്യമം? ത്രൂ വിച്ച് എ ഡിവൈൻ ബീയിങ് എ മ്യൂസ് സ്പീക്സ്. ഇതിലൂടെ ദൈവികമായിട്ടുള്ള ഒരു ശക്തി കണ്ടോ, എ ഡിവൈൻ ബീയിങ്, ദൈവികമായിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു മ്യൂസ്, ഒരു ശക്തി, ഒരു പവറാണ് ഇവിടെ ഈ കവിതയിലൂടെ സംസാരിക്കുന്നത് എന്നാണ്. ഒരു ദൈവികമായ ഒരു ഡിവൈൻ പവർ ഈ എപ്പിക്കിലൂടെ സംസാരിക്കുന്നതായിട്ട് ഹോമർ ഭാവിക്കുന്നു, സങ്കല്പിക്കുന്നു. As evident in this passage, the poem emphatically does not undertake to deal with the Trojan War as a war. അതായത് ഈ പാസേജിൽ നമ്മൾ കാണുന്ന പോലെ, ഈ പാസേജിൽ വ്യക്തമായിരിക്കുന്ന പോലെ തന്നെ ഈ കവിത മുഴുവനായിട്ടും
ട്രോജൻ വാറുമായി ഡീൽ ചെയ്യുന്നതല്ല. ഈ കവിതയിലുടനീളം ട്രോജൻ വാർ അല്ല പ്രതിപാദിക്കുന്നത്. ദ പോയറ്റ് ഡസ് നോട്ട് ഈവൺ മെൻഷൻ ട്രോ ഹിയർ. ഇവിടെ ഈ വരികളിലെ കവി ട്രോയ് നഗരത്തെ മെൻഷൻ ചെയ്യുന്നില്ല. ട്രോയ് നഗരത്തിലാണ് യുദ്ധം നടക്കുന്നത്, പക്ഷെ ആ നഗരത്തെ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. He specifically asked the muse to begin the story at the time when Agamemnon and Achilles first broke and clashed, 9 years into the 10 years conflict. അതായത് ഇവിടെ കവി മ്യൂസ്, അതായത് ദൈവങ്ങളോട് ആവശ്യപ്പെടുന്നത്, അതായത് ഇവിടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുകയാണ്. എന്നിട്ട് ആവശ്യപ്പെടുന്നത് ഈ കവിത അഗമെമ്നോനും അക്കിലിസും തമ്മിലുള്ള ക്ലാഷ്, അവർ തമ്മിലുള്ള ഒരു ബ്രോക്ക്, അവർ തമ്മിലുള്ള ഒരു വാറ്, ആ ഒരു വാർ ഓഫ് ഈഗോസ്, ടു ഈഗോസ്, രണ്ട് ഈഗോസ് തമ്മിലുള്ള ആ ഒരു ക്ലാഷ്, ആ ക്ലാഷ് അവിടുന്ന് തുടങ്ങാൻ വേണ്ടിയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതായത് 10 വർഷം നീണ്ടു നിന്ന യുദ്ധത്തിലെ ആ ഒരു നിശ്ചിത സമയം മുതൽ തുടങ്ങാൻ വേണ്ടിയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. nor does he mention the fall of Troy. അല്ലാതെ അദ്ദേഹം ഇവിടെ ഈ വരികളിലെ ട്രോയ് നഗരത്തിന്റെ തകർച്ചയെക്കുറിച്ച്, ഫാളിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല. ദ ഗ്രീക്ക് വിക്ടറി അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ വിജയത്തെക്കുറിച്ചും പറയുന്നില്ല. റഫറിംഗ് ഓൺലി ടു എ വേഗ് എൻഡ് ടുവാർഡ് വിത്ത് സ്യൂസ് വിൽ മൂവ്സ്. മാത്രമല്ല, അവ്യക്തമായിട്ടുള്ള ഒരു സൂചന മാത്രമാണ് ഇവിടെ ഇലിയഡ് നൽകുന്നത്. എന്താണ് ഇലിയഡില് ഹോമർ നൽകുന്ന അവ്യക്തമായ സൂചന? അതായത് ഇവിടെ അദ്ദേഹം പറയാണ് ടുവാർഡ് വിച്ച് സ്യൂസ് വിൽ മൂവ്സ്. അതായത് ഇതിന്റെ അവസാനത്തിൽ സ്യൂസ് ദേവന്റെ ഉദ്ദേശത്തിലേക്ക് ഈ കവിത അല്ലെങ്കിൽ ഈ യുദ്ധം മൂവ് ചെയ്യുന്നു. ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് the Trojan War does not play an important role in the poem. ഒരിക്കലും ഈ പോയത്തിലെ ട്രോജൻ വാറിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് ഇവിടെ അർത്ഥമാക്കുന്നില്ല. ഈ കവിതയിൽ ഉടനീളം പ്രതിപാദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ട്രോജൻ വാർ വരുന്നു എന്നൊരിക്കലും ഇവിടെ ഉദ്ദേശമില്ല. However clearly uses the war. പക്ഷെ എന്നാൽ അതേ സമയം തന്നെ ഈ കവിതയിൽ വളരെ തന്ത്രപൂർവം ഹോമറ് വാറിനെ ഉപയോഗിക്കുന്നു. നോട്ട് ജസ്റ്റ് ആസ് എ സെറ്റിംഗ്, കേവലം ഒരു സെറ്റായിട്ട് തന്നെ ഈ കവിതയുടെ ഒരു പശ്ചാത്തലമായി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ബട്ട് ആസ് എ വെൽ സ്പ്രിംഗ്, പകരം തനിക്കൊരു നല്ല സോഴ്സ് ആയിട്ട്. വെൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ സോഴ്സ്, തനിക്ക് നല്ലൊരു പറ്റിയ ഉറവിടമായിട്ട്. എന്തിനുള്ളത്? ഫോർ ദ വാല്യൂ സിസ്റ്റം ഹി സെലിബ്രേറ്റ്സ്. അദ്ദേഹം ആഘോഷിക്കുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന വാല്യൂ സിസ്റ്റം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു മൂല്യാധിഷ്ഠിത വ്യവസ്ഥിതിയെക്കുറിച്ചും. എ സോഴ്സ് ഓഫ് ടെല്ലിംഗ് ഇലസ്ട്രേഷൻസ് ഫോർ ഹിസ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ലൈഫ്, ഡെത്ത് ആൻഡ് ഫേറ്റ്. വിധിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ഹോമറിന്റെ പ്രസ്താവനകളെ വിശദീകരിച്ചു പറയുന്നതിനു വേണ്ട ഒരു സോഴ്സ് ആയിട്ടും, അതുപോലെ തന്നെ വാല്യൂ സിസ്റ്റം, അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്ന, അദ്ദേഹം ആഘോഷിക്കുന്ന ഒരു വ്യവസ്ഥിതി, ഒരു ജീവിത വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിയെ പ്രതിപാദിക്കുന്നതിനും വേണ്ട ഒരു നല്ല സോഴ്സ് ആയിട്ട്, ഒരു വെൽ സ്പ്രിംഗ് ആയിട്ട്, ഒരു വെൽ സെറ്റായിട്ട്, നല്ല ഒരു സെറ്റപ്പായിട്ട് തന്നെയാണ് അദ്ദേഹം വാറിനെ കാണുന്നത്. നൺലെസ്, എന്നിരുന്നാലും. നോക്കുക, ഇത് നൺലെസ് എന്നാണ് വായിക്കേണ്ടത് കേട്ടോ. സ്പെല്ലിങ്ങിൽ TH ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നൺലെസ് എന്നൊക്കെ വായിച്ചേക്കാം. നൺലെസ് എന്നാണ് വായിക്കുന്നത്, എന്നിരുന്നാലും. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും the poem remains fundamentally focused on. ഈ കവിത അടിസ്ഥാനപരമായിട്ട് ഈ കവിത ഫോക്കസ് ചെയ്യുന്ന കാര്യം on the conflict within a single man. കേവലം ഒരേ ഒരു മനുഷ്യൻ, ഒരു സിംഗിൾ മാൻ, ആ മനുഷ്യന്റെ ഉള്ളിലെ കോൺഫ്ലിക്റ്റ്, ആ മനുഷ്യന്റെ ഉള്ളിലെ സംഘർഷം,
ആ മനുഷ്യന്റെ ഉള്ളിലെ പകയാണ് അടിസ്ഥാനപരമായിട്ട് ഈ കവിത ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ, ഹൂ ഈസ് ദാറ്റ് ഫെലോ, ഹൂ ഈസ് ദാറ്റ് പേഴ്സൺ, ഹൂ ഈസ് ദാറ്റ് വാരിയർ, ദാറ്റ് ഈസ് അക്വിലിസ്. ആൻഡ് ദിസ് ഓപ്പണിംഗ് പാസേജ്, തുടക്കത്തിലെ ഈ വരികളും കൺവേസ് ദിസ് ഫോക്കസ് ടു ദ റീഡർ. ഈ ഒരു ഫോക്കസ്, ഈ ഒരു ആശയം തന്നെയാണ് തുടക്കത്തിലെ ഈ വരികളും റീഡേഴ്സിന് നൽകുന്നത്. എന്ത്? അക്വിലിസിന്റെ റേജ്, റേജ് ഓഫ് അക്വിലിസ്, റേജ് ഗോഡസ് സിംഗ്, ദ റേജ് ഓഫ് പീലിയസ് സൺ, പീലിയസിന്റെ മകൻ, ഹു ഈസ് ദാറ്റ് അക്വിലിസ്. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ലൈൻസ് നമുക്ക് നൽകുന്നത്. അപ്പൊ ഇത്രയാണ് സ്റ്റുഡൻസ് ഈ ലൈൻസിന്റെ എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അടുത്ത ലൈൻസ് ആണ്. ഇന്ന് തൽക്കാലം ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, 2 അല്ല 3 കാര്യങ്ങൾ. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എപ്പിക്കിന്റെ ബാക്കിയാണ്. നമ്മൾ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇലിയഡ് എന്താണെന്നും പിന്നെ നമ്മൾ ഇലിയഡിന്റെ ബിഗിനിങ് ലൈൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അത്യാവശ്യം നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളായല്ലോ അല്ലേ? കാരണം ഇനി നമ്മൾ അടുത്ത ലൈൻസും കൂടി വരികയാണെങ്കിൽ നമ്മളുടെ വീഡിയോ വളരെ ലെങ്തി ആവും. അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.